രാമരസം രസനേ പിബരേ രാമരസം. തൃശൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികളിൽ ഒന്നായ ക്ഷേത്രമാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. തൃശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിന്റെ കിഴക്ക് ഭാഗത്തായി പ്രശസ്തമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അതേ പ്രതിഷ്ഠയാണെന്ന് ഐതിഹ്യപ്രകാരം വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, സപ്തമാതൃക്കൾ, വീരഭദ്രൻ, ഭൈരവൻ, മേൽക്കാവ് ഭഗവതി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ വടക്കുഭാഗത്ത് ഉയരത്തിൽ മേക്കാവ് എന്ന പ്രത്യേക ക്ഷേത്രവും ഇവിടെയുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലതുകാൽ മടക്കി വച്ച് ഇടതുകാൽ തൂക്കിയിട്ട് പീഠത്തിലിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. വാൾ, തൃശൂലം, യമദണ്ഡ്, മണിനാഗം, ചിലമ്പ്, ദാരിക ശിരസ്, ഓട്ടുമണി, കൈവട്ടക എന്നിവ ധരിച്ച 8 കൈകളോട് കൂടിയതാണ് പ്രതിഷ്ഠ. ക്ഷേത്രസന്നിധിയിൽ ഇന്ന് കാണുന്ന പാലമരം അടുത്ത കാലത്ത് വെച്ചുപിടിപ്പിച്ചതാണ്. അതിനു മുൻപ് 100 അടിയോളം ചുറ്റളവിൽ പടർന്നു പന്തലിച്ചു നിന്നിരുന്ന ഭീമൻ പാലയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ തണലിലായിരുന്നു ദേശക്കാരുടെ ആലോചനകളും യോഗങ്ങളും. പണ്ഡിത സദസ്സുകൾ പോലും പാലച്ചുവട്ടിൽ നടന്നിരുന്നു. തൃശൂർ പൂരത്തിന് വന്നിരുന്ന ആനകൾക്ക് പോലും ഈ തണലായിരുന്നു താവളം. ഈ പാല തീപിടിച്ച് നശിച്ചതാണ്. പിന്നീട് പ്രശ്നവിധിയിൽ കണ്ടതനുസരിച്ചാണ് പുതിയ പാല നട്ടുപിടിപ്പിച്ചത്. തിരുമാന്താംകുന്നിലമ്മയുടെ പരമഭക്തനായിരുന്നു കൂർക്കഞ്ചേരി ചക്കുംചാത്ത് കുറുപ്പാൾ. എല്ലാ മാസവും മുടങ്ങാതെ തിരുമാന്താംകുന്നിൽ ദർശനത്തിന് പോയിരുന്ന അദ്ദേഹത്തിന് പ്രായാധിക്യം കാരണം അതിന് കഴിയാതെ വരുമെന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഇഷ്ടദേവതയോട് നാട്ടിൽ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു. കരുണാമയിയായ ദേവി അത് സമ്മതിച്ച് കുറുപ്പാൾ അറിയാതെ അദ്ദേഹത്തിന്റെ ഓലക്കുടയിൽ കയറിയിരുന്നു. യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായി തിരിച്ചെത്തിയ കുറുപ്പാൾ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി വടക്കുംനാഥനെയും ഉപദേവതകളെയും വന്ദിച്ച ശേഷം ഇലഞ്ഞിത്തറയിൽ കിടന്നുറങ്ങി. ഉണർന്നെഴുന്നേറ്റ് കുടയും എടുത്തു പോകാൻ നിന്ന അദ്ദേഹം കുട അവിടെ ഉറച്ചു കഴിഞ്ഞതായി കണ്ടു. തുടർന്ന് പ്രശ്നം വച്ചു നോക്കിയപ്പോൾ ദേവീ സാന്നിധ്യം കാണുകയും ചെയ്തു. കാലാന്തരത്തിൽ കൂടുതൽ സൗകര്യത്തിനു വേണ്ടി ദേവിയെ വടക്കുംനാഥ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള കൂറ്റൻ പാറയുടെ മുകളിലേക്ക് മാറ്റി. അങ്ങനെയായിരിക്കാം ക്ഷേത്രത്തിന് പാറമേക്കാവ് എന്ന പേര് ലഭിച്ചതെന്ന് കരുതുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞി നിൽക്കുന്ന സ്ഥാനത്തായിരുന്നു പാറമേക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠ. അന്ന് അതൊരു ദാരുശില്പമായിരുന്നു. പിന്നീട് ഭദ്രകാളി ആയതിനാലും പ്രാധാന്യം കൂടി വന്നതിനാലും ക്ഷേത്രത്തിന്റെ പുറകിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം ഇലഞ്ഞി ആയതുകൊണ്ടാണ് തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറമേളം ഇവിടെ നടത്തുന്നത്. പാറമേക്കാവിൽ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ വടക്കുംനാഥനിലെ ഇലഞ്ഞിമരത്തിന് നേരെ വിളക്ക് കൊളുത്തി കാണിക്കുന്ന ചടങ്ങ് ഇന്നുമുണ്ട്. കാലപ്പഴക്കം കൊണ്ട് ദാരുബിംബത്തിന് കേടുപാടുകൾ വന്നപ്പോൾ അഷ്ടമംഗല്യ പ്രശ്നം നടത്തുകയും പ്രശ്നത്തിൽ പറഞ്ഞ പ്രകാരം 1968 പഞ്ചലോഹം കൊണ്ട് ആവരണം നിർമ്മിച്ച് ബിംബം വാർത്തുകെട്ടി നവീകരണ കലശം നടത്തുകയും ചെയ്തു. ഒപ്പം 13 നിലകളോടുകൂടിയ മനോഹരമായ ദീപസ്തംഭം നിർമ്മിച്ചു. നടപ്പുരയും ഗോപുരവുമെല്ലാം ക്ഷേത്രത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നു. തൃശൂരിന്റെ ആധ്യാത്മിക ചൈതന്യത്തിലും സാംസ്കാരിക വളർച്ചയിലും പാറമേക്കാവ് ക്ഷേത്രം ചെലുത്തുന്ന സ്വാധീനം നിസ്സാരമല്ല. ഭക്തിയോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി പ്രവർത്തനങ്ങൾ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ കീഴിൽ നടന്നു വരുന്നുണ്ടെന്നതും എടുത്തു പറയേണ്ടുന്ന പ്രത്യേകതയാണ്. ജനഹൃദയങ്ങളിൽ മാസ്മരിക പൂരക്കാഴ്ചയൊരുക്കുന്ന പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം ഭക്തർക്കെന്നും ഒരു പുണ്യകേന്ദ്രം തന്നെ. രാമരസം രാമ
രാമ രാമ രാമ രാമ രാമ നാമ താരകം രാമ 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 നാമ താരകം. എല്ലാവർക്കും നമസ്കാരം. രാമരാവണ യുദ്ധത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ അസ്ത്രമേറ്റ് മരിക്കാൻ കിടക്കുകയായിരുന്നു രാവണൻ. ഈ അവസരത്തിൽ ഭഗവാൻ ശ്രീരാമസ്വാമി അനുജനായ ലക്ഷ്മണനോട് പറഞ്ഞു, മഹാപണ്ഡിതനായ രാവണനെ ഗുരുവായി സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തുനിന്നും ജീവിത വിജയത്തിനായി 3 ജ്ഞാനോപദേശങ്ങൾ നിനക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പായി അദ്ദേഹത്തെ ഗുരുവായി സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദത്തിന്റെ ഭാഗത്ത് നിന്ന് വേണം ജ്ഞാനോപദേശങ്ങൾ സ്വീകരിക്കാൻ. ലക്ഷ്മണസ്വാമി അപ്രകാരം രാവണന്റെ അടുത്തു നിന്നും 3 ജ്ഞാനോപദേശങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അതിലൊന്ന് ശുഭസ്യ ശീഘ്രം, ശുഭകരമായ കാര്യങ്ങൾ ഒരിക്കലും വെച്ചു താമസിപ്പിക്കാൻ പാടുള്ളതല്ല. 2, തന്റെ പ്രതിയോഗിയെ ഒരിക്കലും ചെറുതായി കാണാൻ പാടുള്ളതല്ല. 3, തന്റെ ജീവിതത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ മറ്റാരുമായി പങ്കിടാൻ പാടുള്ളതല്ല. ഈ 3 കാര്യങ്ങളും നീ നിരസിക്കുന്ന പക്ഷം നിന്റെ ജീവിതം അന്ത്യത്തിലേക്ക് നയിക്കുന്നതാണ്. ജീവിത വിജയത്തിനായി നീ 3 രഹസ്യങ്ങളും പിന്തുടരുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വിബരേ രാമരസത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിബരേ രാമരസം ഭാവയാമി രഘുരാമം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഏവർക്കും നമസ്കാരം. വാൽമീകി വിരചിതമായ രാമായണ ഇതിഹാസം ഒട്ടനവധി കഥാപാത്രങ്ങളാൽ സമ്പുഷ്ടമാണ്. പല കഥാപാത്രങ്ങളും വളരെയധികം പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കപ്പെടുമ്പോൾ നിശബ്ദമായി പോകുന്ന, അധികം പ്രാധാന്യം ലഭിക്കാതെ പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളുമുണ്ട് ഈ ഇതിഹാസ ഗ്രന്ഥത്തിൽ. അത്തരത്തിൽ രാമായണത്തിലെ നിശബ്ദ കഥാപാത്രങ്ങൾ എന്നതാണ് ഇവിടുത്തെ വിഷയം. സീതാദേവിയുടെ സഹോദരിമാരായിരുന്നിട്ടുകൂടി, ജനക മഹാരാജാവിൻ്റെ സന്നിധിയിൽ വളർന്നിട്ടുകൂടി സീതയോളം പ്രാധാന്യം ലഭിക്കാതെ പോയ സീതാ സഹോദരിമാരാണ് ഊർമിളാദേവിയും മാണ്ഡവിയും ശ്രുതകീർത്തിയും. പിൽക്കാലത്ത് ദശരഥ മഹാരാജാവിൻ്റെ മരുമക്കളായി തീർന്നെങ്കിലും അവിടെയും സീതയോളം പ്രാധാന്യം കവി ഈ മൂവർക്കും നൽകിക്കണ്ടില്ല. ശ്രീരാമചന്ദ്രൻ്റെ വനവാസവേളയിൽ ഒരു ധർമ്മപത്നിയുടെ കടമ നിർവഹിക്കാനായി ഇറങ്ങിത്തിരിക്കുന്ന സീതാദേവി, എന്നാൽ ഒരു ധർമ്മപത്നിയുടെ കടമ നിർവഹിക്കുക എന്നത് നിഷേധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായി മാറുകയാണ് ഊർമിളാദേവി. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ വനവാസമായാലും ഭരതൻ്റെ പട്ടാഭിഷേക തിരക്കുകളായാൽ പോലും ഏതിനും മൂകസാക്ഷികളായി തീരുകയാണ് ശ്രുതകീർത്തിയും മാണ്ഡവിയും. മറ്റൊരു കഥാപാത്രമാണ് ശാന്ത, ദശരഥ മഹാരാജാവിൻ്റെ പുത്രി. ദശരഥ മഹാരാജാവിന് കൗസല്യാദേവിയിൽ ജനിച്ച പുത്രിയാണ് ശാന്ത. അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ മകളായി പിറന്നിട്ടും അധികം പ്രാധാന്യം നൽകാതെ അവതരിപ്പിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ശാന്ത എന്ന ഈ കഥാപാത്രവും. ദശരഥൻ്റെ പുത്രിയായ ശേഷം അംഗരാജാവായ ലോമപാദൻ്റെ ദത്തുപുത്രിയായി തീരാൻ വിധിക്കപ്പെട്ടവളാണ് ശാന്ത. അതിനുശേഷം അംഗരാജാവിൻ്റെ ദത്തുപുത്രിയായി വളരുകയും ഋഷ്യശൃംഗൻ്റെ പത്നിയായി തീരുകയും ചെയ്യുന്നു ശാന്ത എന്ന കഥാപാത്രം. രാമനോളമോ അല്ലെങ്കിൽ രാമസഹോദരന്മാരോടൊപ്പമോ ഒരു പക്ഷേ ഉയർന്നു വരേണ്ട ഒരു കഥാപാത്രമായിരുന്നു ശാന്ത. കാരണം ദശരഥ മഹാരാജാവിൻ്റെ മറ്റു പുത്രന്മാർക്ക് ലഭിച്ച പ്രാധാന്യം പിന്നീട് ശാന്ത എന്ന കഥാപാത്രത്തിന് നൽകിക്കണ്ടില്ല. മറ്റൊരു മൂക കഥാപാത്രമാണ് ത്രിജട. വിഭീഷണ പുത്രിയാണ് ത്രിജട എന്ന കഥാപാത്രം. രാവണൻ സീതയെ ലങ്കയിൽ തടവിലാക്കുന്നു. അവിടെ സീതയെ പരിചരിക്കാൻ നിയോഗിക്കപ്പെട്ട രാക്ഷസിമാരിൽ ഒരുവളാണ് ത്രിജട. സീതയ്ക്ക് രാവണനോട് ഇഷ്ടം തോന്നുവാൻ വേണ്ടി, രാവണനെ പതിയായി സ്വീകരിക്കാൻ വേണ്ടി രാക്ഷസിമാർ ഓരോരുത്തരും സീതയെ നിർബന്ധിക്കുന്നു. എന്നാൽ ഈ അവസരത്തിൽ വിഭീഷണപുത്രിയായ ത്രിജട സീതയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നാൾ ശ്രീരാമചന്ദ്രൻ
രാവണനെ വധിക്കുമെന്നും സീതയെ തിരിച്ചെടുക്കുമെന്നും അയോധ്യയിലേക്ക് കൊണ്ടുപോകുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് സീതയെ ആശ്വസിപ്പിച്ചു പോകുന്ന ഒരു കഥാപാത്രമാണ് ത്രിജട. രാവണൻ്റെ ആ ലങ്കയിൽ രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ്റെ പുത്രിയായി ജനിച്ചിട്ടും അധികമൊന്നും പ്രാധാന്യം ആ കഥാപാത്രത്തിനും ലഭിച്ചു കണ്ടിട്ടില്ല. മറ്റൊരു കഥാപാത്രമാണ് കൈകസി, രാവണൻ്റെ മാതാവ്, വിശ്രവസിൻ്റെ പത്നി. ഒരു ദൈത്യ രാജകുമാരിയായിട്ടാണ് കൈകസി പിറക്കുന്നത്. രാമായണത്തിൻ്റെ ഒരു പ്രതിനായകനായി അവതരിപ്പിക്കപ്പെട്ട രാവണൻ്റെ മാതാവായിരുന്നിട്ടും കൈകസി ദേവിക്ക് അധികമൊന്നും പ്രാധാന്യം ഈ ഇതിഹാസ ഗ്രന്ഥത്തിൽ നൽകിപ്പോന്നിട്ടില്ല. ഇത്തരത്തിൽ രാമായണത്തിൻ്റെ മുഖ്യ കഥാപാത്രങ്ങളായിത്തീരുന്ന പലരുടെയും പരമ്പരയിൽ വന്നിട്ട് പോലും അധികം ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ അധികം അവസരം ലഭിക്കപ്പെടാതെ പോകുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾ രാമായണത്തിൽ ഇനിയുമുണ്ട്. ഒരുപക്ഷെ വലിയൊരു ഇതിഹാസ ഗ്രന്ഥത്തിൻ്റെ രചനയിൽ കവി സ്വീകരിച്ച സ്വതസിദ്ധമായ ഒരു കഥാപാത്ര കൈയടക്കമാകാം ഇത്തരത്തിലൊരു നിശബ്ദതയ്ക്ക് കാരണം. ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പിബരേ രാമരസം. श्रीराम राम राम श्रीरामचन्द्र जय, श्रीराम राम राम श्रीरामभद्रा जय, श्रीराम राम राम सीताभिराम राम, श्रीराम राम राम लोकाभिराम जय, श्रीराम राम राम रावणान्तक राम, श्रीराम मम हृदि रमतां राम राम, श्रीराघवात्मा राम, श्रीराम रमापदे, श्रीराम रमणीय विग्रह नमोस्तुते, नारायणाय नमो, नारायणाय नमो, नारायणाय नमो, नारायणाय नमः. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ ഗാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഹനുമാൻ ശ്രീരാമസന്നിധിയിൽ. അനിലതനയാംഗത ജാംബവദാദികൾ അഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ, പുനരവരും അതു പൊഴുതു വാച്ച സന്തോഷേണ, പൂർണ്ണവേഗം നടന്നാശു ചെന്നീടിനാർ. പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി, പുണ്യപുരുഷൻ പുരുഷോത്തമൻ വരൻ, പുരമദന ഹൃദി മരുവും അഖില ജഗദീശ്വരൻ, പുഷ്കര നേത്രൻ പുരന്ദര സേവിതൻ, ഭുജഗപതി ശയനനമലൻ ത്രിജഗൽ പരിപൂർണൻ, പുരുഹൂത സോദരൻ മാധവൻ, ഭുജഗനിവഹാശന വാഹനൻ കേശവൻ, പുഷ്കരപുത്രീ രമണൻ പുരാതനൻ, ഭുജഗകുലഭൂഷണാരാധിതാംഘ്രിദ്വയൻ, പുഷ്കര സംഭവ പൂജിതൻ നിർഗുണൻ, ഭുവനമതി മഖപതി സദാംപതി മൽപതി, പുഷ്കര ബാന്ധവ പുത്രപ്രിയ സഖി, ബുധജനഹൃദി സ്ഥിതൻ പൂർവദേവാരാദി, പുഷ്കര ബാന്ധവ വംശസമുത്ഭവൻ, ഭുജബലവദാംബരൻ പുണ്യജനാന്തകൻ, ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ,
ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവകുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുദാ ദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിപിന ഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണുവണങ്ങിനാർ വായുപുത്രാദികൾ പുനരദഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ കനിവിനോടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയേ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലധര ശിഖുരമൊടശോകവനീകയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ അനശനമുടതികൃശ ശരീരയായി അന്വഹമാശരനാരി പരിവൃതയായി ശുച അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്തു വാർത്തയ്യോ സദാ രാമ രാമേതി മന്ത്രവും മുഹുരവി ജപിച്ചു വിലാപിച്ചു മുക്താംഗിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരേ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേനാകുലം തവ ചരിതമൃത സമമഖിലമറിയിച്ചത് തമ്പിയോടും നിന്തിരുവടിതന്നോടും ചെറുതുടജഭുവിരഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങുപോയതും സവിതൃസുതനോടു ചരിവി സഖ്യമുണ്ടായതും സംഗ്രന്ഥനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൗഘമാശു നിയുക്തമായിടിനാർ അഹമവരിലൊരുവനിവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നതി വിദ്രുതം രവിധനയ സജീവനഹമാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയെയുമിഹ ചടിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിതമഖിലം മമാദ്യ പ്രയാസം വൃഷം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമദാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗളബധമായതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറകനീയാരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതു പൊഴുതിൽ അകതളിരിലഴകളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരിലതിനെ വിരവൊടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ദൃശികള ഭുവിയുര സ്ഥലത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റവും പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊല്ലുന്നു ചൊല്ലിടിനാൾ തവ ചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കബീസേനയോടും ദ്രുതം വയമവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യകുലവും മുടിച്ചുടൻ സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ
ദശരഥസുതന്നു വിശ്വാസാർത്ഥമായി നീ ദേഹി മേ ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരൊടടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ അതും അവനി സുതയൊടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലെ കാന്തനുമായി വസിക്കുന്നൊരു നാൾ വസിക്കുന്നാളൊരു ദിനം കഠിനധര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ. തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരുവും ദശാന്തരേ ബഹുവിധ വജോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയുമുടൻ അഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. അഖില നിശിചരകുലപതിക്കഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തേനതിന്നുടൻ പരിഭവമുടകൾ കരുതി വന്ന് നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം. ദശവദന സുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിനയച്ചീടിനേൻ. അധദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുധരമശേഷം ദഹിപ്പിച്ചിതൂപത ലങ്കാപുരം പിന്നെയും ദേവിതൻ വധം. വിഗത ഭയമടീണവണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരള നളിനമധുനൈവ വന്ദിച്ചിതു ദാസൻ ദയാനിധേ പാഹിമാം പാഹിമാം. ഇതി പവനസുതവചനമാഹന്ത കേട്ടളവിന്ദിരാ കാന്തനും പ്രീതി പൂണ്ടിടിനാൻ. സുരജനസുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം. സദയമുപകാരമിച്ചെയ്തതിന്നാദരാൽ സർവസ്വവും മമ തന്നെ നിനക്കു ഞാൻ. പ്രണയമനസാഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരവിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാനാദരാൽ. ഉരസി മുഹുരഭിമുഹുരടച്ചു പുൽകീടിനാനോർക്കെടോ മാരുതപുത്രഭാഗ്യോദയം. ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ. പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതു. ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൾ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ. പിബരേ രാമരസം. എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിലെ ജടായുവിൻ്റെ ജ്യേഷ്ഠൻ സമ്പാദിയുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഇല്ലാത്ത തക്കം നോക്കി രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് ശ്രീരാമനും സുഗ്രീവനും തമ്മിൽ ധാരണയായി. അതുപ്രകാരം സുഗ്രീവൻ വാനരസേനയെ 4 ദിക്കിലേക്ക് അയച്ചു. അതിൽ ദക്ഷിണ ദിക്കിലേക്ക് നോക്കിപ്പോയ വാനര സൈന്യത്തിലാണ് ഹനുമാൻ, അങ്കദൻ, ജാംബവാൻ തുടങ്ങിയ വാനരവീരന്മാർ ഉണ്ടായിരുന്നത്. സീതയെ അന്വേഷിച്ച് ദക്ഷിണ ദിക്കിലേക്കുള്ള വാനരന്മാർ വീണ്ടും നടന്നു. മഹേന്ദ്ര പർവ്വതത്തിൻ്റെ അടുത്തെത്തി. എത്ര ദിവസം കഴിഞ്ഞിട്ടും കഴിഞ്ഞുവെന്ന് ഒരു നിശ്ചയവുമില്ല. സീതയുടെ
ഒരു പൊടി പോലും കാണാനുമില്ല. ഒരു വശം ആർത്തിരമ്പുന്ന കടൽ, മറുവശം മഹേന്ദ്ര പർവ്വതം. എന്ത് ചെയ്യണമെന്നറിയില്ല. തിരിച്ചു ചെന്നാൽ ജീവൻ കാണില്ല. അതാണ് സുഗ്രീവൻ്റെ ആജ്ഞ. അതിനു ഭേദം ഉപവാസം കിടന്ന് മരണം വരിക്കുക. വാനരന്മാർ ദർഭയൊക്കെ വിരിച്ച് കിടപ്പായി. അപ്പോഴതാ ഗുഹയിൽ നിന്ന് സമ്പാദി എന്നു പേരായ കഴുകൻ പുറത്തു വന്നു. കഴുകന് ചിറകുകളില്ല. നോക്കുമ്പോൾ വാനരന്മാർ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. കൊള്ളാം, ചിറകില്ലാത്ത എനിക്ക് ഭഗവാൻ കൊണ്ടുവന്നതാണ്. ഓരോ ദിവസവും ഓരോ വാനരന്മാരെ ആഹാരമാക്കാം. കഴുകൻ ആത്മഹത്യ ചെയ്തു. കുരങ്ങന്മാർക്ക് ആകെ വിഷമമായി. ഉപവാസം കിടന്ന് മരിക്കാമെന്ന് വെച്ചപ്പോൾ ഇതാ ഒരു കഴുകൻ കൊത്തി തിന്നാൻ വന്നിരിക്കുന്നു. എന്തൊരു ജീവിതമാണിത്! ശ്രീരാമന് വേണ്ടി ജീവൻ വെടിഞ്ഞ ജടായു എത്ര ഭാഗ്യവാൻ! ആരാണ് ജടായു എന്ന് പേര് ഉച്ചരിച്ചത്? കഴുകൻ്റെ കണ്ണുകളിൽ അത്ഭുതം വന്നു. ആരാണ് ജടായു എന്ന് പറഞ്ഞത്? ഇങ്ങ് അടുത്തു വരും എന്ന് സമ്പാദി പറഞ്ഞു. അംഗദൻ പേടിച്ച് അടുത്തു എന്ന് കഥകളൊക്കെ പറഞ്ഞു. ജടായുവിൻ്റെ ജീവൻ വെടിഞ്ഞ കാര്യം അറിഞ്ഞപ്പോൾ സമ്പാദിക്ക് ഭയങ്കര വിഷമമായി. സഹോദരനാണ് അവൻ. കണ്ടിട്ട് കാലം കുറേയായി. എനിക്ക് അവൻ്റെ ഉദയക്രിയ ചെയ്യണം. സമുദ്രതീരത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് സമ്പാദി ചോദിച്ചു. വാനരന്മാർ സമ്പാദിയെ എടുത്ത് സമുദ്രതീരത്ത് കൊണ്ടുപോയി. ജ്യേഷ്ഠൻ അനുജനും ഉദയക്രിയ ചെയ്തു. എന്നിട്ട് പഴയൊരു കഥ പറഞ്ഞു. ഞാനും അനുജനും നല്ല അഹങ്കാരികളായിരുന്നു. എത്ര വേഗം എത്ര ഉയർത്തി പറക്കാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ മത്സരിച്ചു. അങ്ങനെ പരമാവധി ഉയരത്തിൽ ചെന്നപ്പോൾ സൂര്യൻ്റെ അടുത്തെത്തിയപ്പോൾ അനുജൻ്റെ ചിറകുകൾക്ക് തീ പിടിച്ചു. പെട്ടെന്ന് ഞാൻ അനുജനെ പൊതിഞ്ഞു പിടിച്ചു. എൻ്റെ ചിറകുകൾ കരിഞ്ഞു. ഞാൻ നിലത്തു വീണു. ജടായു രക്ഷപ്പെട്ടു. ഞാൻ നടന്ന് നിശാകാര മുനി എന്ന മുനിയുടെ അടുത്തെത്തി. ആ മുനിയുടെ പർണശാലയിൽ എത്തി. മുനിയെ കണ്ടപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, മഹേന്ദ്ര പർവ്വതത്തിൽ താമസിക്കാൻ സീതാദേവിയെ തെരഞ്ഞു വരുന്നവർക്ക് വഴി പറഞ്ഞു കൊടുത്താൽ നിനക്ക് പുതിയ ചിറകുകൾ വരും എന്നാണ് മുനി പറഞ്ഞത്. സീതാദേവി എവിടെയാണെന്ന് ഞാൻ പറയാം. ത്രികുടജലത്തിൻ്റെ മുകളിൽ ലങ്ക എന്നൊരു രാജധാനിയുണ്ട്. സമുദ്രമധ്യത്തിലാണ്. അതിലെ അശോകവനത്തിലാണ് സീത താമസിക്കുന്നത്. രാക്ഷസികളാണ് ചുറ്റും. ഇവിടെ നിന്ന് 100 യോജന ദൂരം സമുദ്രം കടന്നാൽ ലങ്കയിലെത്താം. ഈ 100 യോജന കടന്നു ചെല്ലുന്നവർക്ക് സീതാദേവിയെ കണ്ടുവരാൻ കഴിയും. സമ്പാദി പറഞ്ഞു നിർത്തി. അത്ഭുതം എന്ന് പറയട്ടെ, പക്ഷിശ്രേഷ്ഠന് പുതിയ ചിറകുകൾ വന്നു. വാനരന്മാർക്ക് വിജയം ആസ്വദിച്ച് സമ്പാദി ആകാശത്തേക്ക് മറഞ്ഞു. ഹനുമാൻ സമുദ്രം ചാടിക്കിടന്ന് സീതാദേവിയെ കണ്ട് തിരിച്ചെത്തി വിവരം ശ്രീരാമനെ അറിയിച്ചു. അതായത് ജടായുവിൻ്റെ ജ്യേഷ്ഠൻ സമ്പാദിയാണ് സീതാദേവി താമസിക്കുന്ന സ്ഥലം വാനരന്മാർക്ക് കാണിച്ചു കൊടുത്തത്. ഇതാണ് എൻ്റെ കഥ. എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം. പിബരേ രാമരസം പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം
പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം രസനേ दूरीकृत पातक संसर्गं पूरित नानाविध फलवर्गं दूरीकृत पातक संसर्गं पूरित नानाविध फलवर्गं पिबरे रामरसं रसने पिबरे रामरसं पिबरे रामरसं रसने जनन मरण भय शोकविदूरं सकल शास्त्र निगमागमसारं जनन मरण भय शोकविदूरं सकल शास्त्र निगमागमसारं पिबरे रामरसं रसने पिबरे रामरसं पिबरे रामरसं रसने परिपालित सरसिजगर्भाण्डं परमपवित्रीकृत पाषाण्डं परपालित सरसिजगर्भाण्डं परमपवित्रीकृत पाषाण्डं पिबरे रामरसं रसने पिबरे रामरसं पिबरे रामरसं रसने शुद्ध परमहंस आश्रमगीतं शुकसौनक कौशिकमुखपीतं शुद्ध परमहंस आश्रमगीतं शुकसौनक कौशिकमुखपीतं पिबरे राम
രസനേ പിബരേ രാമരസം ബിബരേ രാമരസം 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 പിബരേ രാമരസം പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം